ഇത് പതിയെ ഈ ക്ഷേത്രം എന്നത് നമ്മളെ സംബന്ധിച്ച് ആത്മീയത കച്ചവടമായി മാറിയ സമയത്ത് എല്ലാ മതത്തിലും ഇതെല്ലാം തന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട സമയത്ത് ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളും നശിച്ചു. ഇപ്പോൾ മനുസ്മൃതിയെക്കുറിച്ച് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു പുസ്തകമാണ്. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ പോലും കണ്ടു കാണത്തില്ല. അപ്പം നമ്മളെ ഹിന്ദുവിനെ എതിർക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് എന്നുകൊണ്ട് ഒരാൾ പറയുന്നത് കേൾക്കണം, മനുസ്മൃതി എന്തുവാടാ മനുസ്മൃതി എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും, എന്തുവാടാ എന്ത് എഴുതി വെച്ചേക്കുന്നത്? കാരണം നമ്മളിത് കണ്ടിട്ടില്ല. എടാ, നീ 100,000 വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും ഇതുപോലുള്ള പല പുസ്തകങ്ങളും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. നീ എന്തിനാണ് അത് വായിച്ചിട്ട് അത് ഞങ്ങളുടെ നെഞ്ചത്തോട് അടിച്ച് ഏൽപ്പിക്കാൻ നോക്കുന്നത്? ഒന്ന് ഹിന്ദുവിനെ സംബന്ധിച്ച് ഇതൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ആ നല്ല കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുള്ളേ. ഇതിന് പിന്നെ ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാ? ഇവർക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ എന്നോ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യന് ഒരല്പം ധൈര്യം കൊടുക്കാനും ആ സിസ്റ്റത്തെ